ശ്രീ ആഷിമരിയിൽ കേരളത്തിലെ മാധ്യമങ്ങളിൽ, വിശിഷ്യ ദൃശ്യമാധ്യമങ്ങളിൽ ഹിന്ദു വിരുദ്ധരുടെ അല്ലെങ്കിൽ ഹൈന്ദവ വിരുദ്ധരുടെ, ഹിന്ദുത്വത്തെ എതിർക്കുന്നവരുടെ ഒരു പട തന്നെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തപരമാവുമോ? എനിക്ക് മറുപടി പറയേണ്ട വിഷയമല്ലല്ലോ. പിന്നെ ഹിന്ദു വിരുദ്ധത എന്ന നിലക്ക് ഈ ഒരു വിഷയം എടുക്കുമ്പോൾ തന്നെ ഇതില് ഈ പറയപ്പെട്ട സബ്ജക്റ്റിൽ വരാത്ത ഒരു സമൂഹത്തിന്റെ നേരെ പ്രയോഗിക്കുന്ന ജിഹാദി പ്രയോഗം പ്രയോഗിച്ചുകൊണ്ടാണ് അവതാരകൻ തന്നെ ഈ സബ്ജക്റ്റ് കൊണ്ടുവരുന്നത്. യഥാർത്ഥത്തില് പിന്നെ വേണു പറഞ്ഞതിനോടോ അല്ലെങ്കിൽ അതുപോലെ ചിന്തിക്കുന്ന പറയുന്ന മാധ്യമ പ്രവർത്തകരുടെ വാദത്തോടോ ഒരിക്കലും യോജിക്കാൻ കഴിയുന്ന ഒരാളല്ല ഞാന്. പിന്നെ അതുപോലെ തന്നെ ഒട്ടുമിക്ക എന്നെ പോലെ ചിന്തിക്കുന്ന ആളുകളും അത് തന്നെയായിരിക്കും ആഗ്രഹിക്കുന്നുണ്ടാകുക. കാരണം എന്താന്ന് പറഞ്ഞാല് ഇവിടെ ഹാഷിം അരിയിൽ താങ്കളെയും അതുപോലെ ശ്രീ ആരിഫിനെയൊക്കെ ഞാൻ വിളിച്ചതിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്. അതായത് ഈ ഹിന്ദു വിരുദ്ധത വിളിച്ചു പറയുന്ന ആളുകളുണ്ടല്ലോ, മാധ്യമപ്രവർത്തകരുണ്ടല്ലോ, ഏതെങ്കിലും മോസ്കിൽ എന്തുകൊണ്ട് ആളുകൾ ഇത്ര കൂടുന്നു, മസ്ജിദുകളിൽ എന്തുകൊണ്ട് ആളുകൾ ഇത്ര കൂടുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ചർച്ചിൽ ആളുകൾ ഇത്ര കൂടുന്നു എന്ന് പറയാൻ ഇവരുടെ നാക്ക് പൊങ്ങുമോ? അങ്ങനെ പറഞ്ഞാൽ എന്തായിരിക്കും ഇവരുടെ അവസ്ഥ? ഒന്നും ഇവിടെ സംഭവിക്കാനൊന്നുമില്ല. അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു നാടാണ്. അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പറയുന്നട്ടെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു നാടാണ് നമ്മുടെ നാടായിട്ട് അറിയപ്പെടുന്നത്. എല്ലാവർക്കും പിന്നെ ആരെയും വിമർശിക്കാം, ആരെക്കുറിച്ചും എന്തും പറയാം. പക്ഷെ ഈ പറയുന്നിടത്ത് മാധ്യമ പ്രവർത്തകർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അവരവരുടെ നൈതികത പൂർണ്ണമായിട്ടും പുലർത്തണം എന്നത് മാധ്യമ പ്രവർത്തകർ ചിന്തിക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ ഇന്ന് മാധ്യമധർമ്മം എന്ന് പറയുന്നത് മാധ്യമത്തിൽ കോട്ടൂട്ട് വരുന്ന ആളുകൾ അവര് തന്നെ കോടതി സൃഷ്ടിക്കുകയാണ്. അവരുടെ പിന്നെ സ്ക്രീനിന് മുകളിൽ അവർ തന്നെ വിധി പറയുകയാണ്. ഇവിടെ ഇപ്പം ഞാൻ നിങ്ങൾ വായിച്ചു കേട്ട വേണുവിന്റെ പരാമർശവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ ഒരു പരാമർശം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനോട് യോജിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, യഥാർത്ഥത്തിൽ ക്ഷേത്രങ്ങളിൽ ആളുകൾ കൂടുന്നതിൽ എന്താണ് കുഴപ്പമുള്ളത്? സ്ത്രീകൾ കൂടുന്നതിൽ എന്താ കുഴപ്പമുള്ളത്? നമ്മളിപ്പം പിന്നെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ പല ഇടങ്ങളിലും ഇപ്പൊ നമ്മൾ കാണുന്നത് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് പാർക്കുകൾ ആളുണ്ടാക്കിക്കൊണ്ടിരിക്കുക. മനുഷ്യന്റെ മാനസികമായ സന്തോഷത്തിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുക. ഒരു നാട്ടിലെ ഒരു ക്ഷേത്രത്തില് ആ നാട്ടിലുള്ള സ്ത്രീകൾ ഒരുമിച്ച് കൂടിയാൽ അല്ലെങ്കിൽ ആണുങ്ങൾ ഒരുമിച്ച് കൂടിയാൽ അത് ഒരു പരിധിവരെ ആ നാടിന് ഗുണകരമാണല്ലോ. ജനങ്ങൾ ഒരുമിച്ച് കൂടുകയാണ് വേണ്ടത്. പരസ്പരം ഒരുമിച്ച് കൂടി അണുകുടുംബങ്ങളിൽ നിന്ന് വേർപെട്ടുകൊണ്ട് സാമൂഹികമായ ഒരു ചുറ്റുപാടിലേക്ക് മനുഷ്യർ വരുന്ന സംവിധാനം ഉണ്ടാകേണ്ടത്. ആ നിലക്കുള്ള ഒരു പുരോഗമനം നാട്ടിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയ ഗുണകരമായ മാറ്റം ഉണ്ടാക്കുക. ഇപ്പൊ ഇന്ന് നേരത്തെ സൂചിപ്പിച്ച പോലെ തൃശ്ശൂർ പൂരം നടക്കുന്നു. നമുക്ക് അവിടെയുള്ള മേളങ്ങളും പിന്നെ അവിടെയുള്ള കുടമാറ്റങ്ങളും അതുപോലെയുള്ള മറ്റു കാര്യങ്ങളും അതുപോലെ തന്നെ അവിടെയുള്ള പൂജാതി കർമ്മങ്ങളും ഒക്കെ ഒരു മനുഷ്യ സമൂഹത്തിന്റെ മനസ്സിന് അത് ഗുണം നൽകുന്നുണ്ടെങ്കിൽ അത് തടയാതിരിക്കുക എന്നത് ഓരോ മനുഷ്യനും ചെയ്യേണ്ടുന്ന കാര്യമാണ്. കാരണം ഒരാളുടെ സന്തോഷം നശിപ്പിക്കപ്പെടുന്ന, ഒരാളുടെ പിന്നെ ഹാപ്പിനെസ് നഷ്ടപ്പെടുത്തുന്ന ഒന്നും ഉണ്ടാവരുത്. ഇപ്പം ഈ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഒരാൾ കൂടുന്നു, അവിടെ ഭക്ഷണം കൊടുക്കുന്നു, അതിന് അന്വേഷണം വേണം. അന്വേഷിക്കട്ടെ, അന്വേഷിച്ചാൽ ഇപ്പൊ ആർക്ക് എന്താണ് പ്രശ്നമുള്ളത്? അന്വേഷണം നടക്കണം ശരിക്ക്. അവിടെ നിയമപരമായിട്ട് ഞാനിപ്പം ഒരു പിന്നെ ദിവസവും 100-300 ആളുകൾ ഉച്ചഭക്ഷണം കഴിക്കുന്ന, രാവിലെ എപ്പോഴും പാൽപ്പായസം വിതരണം ചെയ്യുന്ന ഒരു ക്ഷേത്രത്തിനടുത്ത് താമസിക്കുന്ന ഒരാളാണ്. പലപ്പോഴും അവിടുന്ന് കൊണ്ടുവന്ന് പായസം ഞാൻ കുടിച്ചിട്ടുണ്ട്. അവിടെ പോയിട്ട് അവിടുത്തെയുള്ള സംഘാടകരായ ആളുകൾ ചിലപ്പോഴൊക്കെ അവിടെ നിർബന്ധിച്ച് ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് അവിടെ ആളുകൾ കൂടുന്നു. ഒരു നല്ല കാര്യമാണല്ലോ മനുഷ്യർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. അതുപോലത്തെ ധർമ്മം വേറെ എന്താ ഈ ലോകത്തുള്ളത്? ഏറ്റവും വലിയ പുണ്യകർമ്മമായിട്ട് മനുഷ്യർ കാണുന്ന ഒരു കർമ്മമാണത്, മനുഷ്യന്റെ വിശപ്പ് മാറ്റുക. അതോടൊപ്പം തന്നെ പ്രായമുള്ള സ്ത്രീകളെല്ലാം ഒറ്റപ്പെട്ട് കഴിയുന്ന, പലപ്പോഴും നമ്മുടെ വീടുകളിലൊക്കെ ഒറ്റപ്പെടൽ എന്ന് പറയുന്ന ഒരവസ്ഥ കൂടുതൽ നേരിടേണ്ടി വരുന്നത് ഈ മധ്യവയസ്സിന് ശേഷമുള്ളവരാണ്. അവർക്ക് ഒരാളോട് മിണ്ടാൻ പോലും പറ്റുന്നില്ല. അത്തരം ആളുകൾക്ക് മിണ്ടാനും പറയാനും അവർക്ക് ആളുകളെ കാണാനും ഒന്നിച്ച് അവരുടെ പഴയകാല കഴിവുകൾ ഇപ്പൊ പല സ്ഥലത്തും ഉത്സവങ്ങൾക്ക് കാണുന്ന ഒരു പതിവ് എന്ന് പറയുന്ന ആ നാട്ടിലുള്ള സ്ത്രീകൾ, പണ്ട് നല്ല ഗായികമാരായ ആളുകൾ, നല്ല ഡാൻസ് ചെയ്ത ആളുകൾ, അവരൊക്കെ ഇത്തരം പരിപാടികളിലൊക്കെ ഇപ്പൊ സ്റ്റേജിലും മറ്റും കയറിയിട്ടൊക്കെ അവരുടെ വിഷയങ്ങളൊക്കെ അവതരിപ്പിക്കുന്ന കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുന്ന ഒരു പിന്നെ തിരിച്ചു വരുന്ന ഒരു ചുറ്റുപാട്, അവരുടെ സന്തോഷത്തിലേക്ക് തിരിച്ചു വരുന്ന, ബാല്യത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാക്കുന്നുണ്ട്.
നമ്മൾ പറയുന്നത് ഇതൊക്കെ നാട്ടിൽ ഉണ്ടാവുകയാണ് വേണ്ടത്. ആരും അതിനെ എതിർക്കേണ്ടതല്ല. അതിനെ എതിർക്കപ്പെടുന്നുണ്ടെങ്കിൽ അത്തരം എതിർക്കുന്ന ആളുകളെ ഒറ്റപ്പെടുത്തുക എന്നത് സാമൂഹികമായ ബാധ്യതയായി നമ്മൾ ഏറ്റെടുക്കണം. ഇത് പള്ളിയല്ലേ, അല്ലെങ്കിൽ അമ്പലല്ലേ, അല്ലെങ്കിൽ ചർച്ചല്ലേ, അതിന് പകരം എല്ലാവരുടെയും സന്തോഷങ്ങൾ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവരാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. പിന്നെ മാധ്യമ സംവിധാനങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈ നാടിന്റെ തൂണാണ് ഈ മാധ്യമ സംവിധാനങ്ങളൊക്കെ. നാലാം തൂണെന്നോ അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സംവിധാനം. ഈ തൂണിന് ഇന്ന് വല്ലാത്ത തകർച്ച സംഭവിച്ചിട്ടുണ്ട്. ആ തകർച്ച എവിടെയാണ്? യഥാർത്ഥത്തിൽ ഒരു വാർത്ത അതിന്റെ സതുദ്ദേശത്തോടുകൂടെ പ്രക്ഷേപണം ചെയ്യപ്പെടുന്നത് വളരെ തുച്ഛമാണ്. ഒരു ദിവസം ഒരു പത്രം അച്ചടിച്ചു വന്നാൽ അന്നത്തെ ദിവസത്തെ ആ പണി കഴിഞ്ഞു. പിറ്റേത്തെ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവർ നല്ല വാർത്തകൾ ക്രോഡീകരിക്കുകയും പിറ്റേത്തെ ദിവസം അത് എത്തിക്കാനും ശ്രമിക്കുന്ന എഴുത്തിന്റെ വായനയുടെ കാലഘട്ടത്തിൽ പത്രവായനയുടെ കാലഘട്ടം വിട്ടു. ഇപ്പൊ ഓരോ സെക്കൻഡിലും എങ്ങനെയാണ് പുതിയ ഒരു പുതിയത് ഉണ്ടാകുക. അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെയുള്ള പുതിയ TV ചാനലുകൾ ഓരോ ദിവസം വരുന്നു. ആ ചാനലുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നെഗറ്റിവിറ്റിയിലാണ് പബ്ലിസിറ്റി ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിലൂടെ പബ്ലിസിറ്റി ഉണ്ടാക്കാൻ ആളുകൾ ശ്രമിക്കുന്നുണ്ട്. ശ്രദ്ധ ഉണ്ടാക്കാൻ വേണ്ടി പലരും കൊണ്ടുവരുന്ന പല ശ്രദ്ധിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന പല സംവിധാനങ്ങളും താങ്കൾ പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കാരണം ഈ ആളുകൾക്ക്, പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് നെഗറ്റീവ് വാർത്തകളോടാണ് താല്പര്യം. ഇപ്പം പബ്ലിക്കായിട്ട് പറയുമ്പോൾ എല്ലാവരും പറയും എന്തിനാണ് നെഗറ്റീവ് വാർത്ത കൊടുക്കുന്നതെന്നൊക്കെ. പക്ഷേ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് നെഗറ്റീവ് വാർത്തകളാണ്. ഏറ്റവും കൂടുതൽ TV ചാനലുകളിൽ റേറ്റിംഗ് കിട്ടുന്നത് ക്രൈം ന്യൂസിനാണ്. എല്ലാ ചാനലുകളിലും രാത്രി 10 മണിക്കും 10:30 മണിക്കും കാണിക്കുന്ന ക്രൈം ന്യൂസിനാണ് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കാണുന്നത്. നെഗറ്റീവ് വാർത്തകളാണ് താല്പര്യം. അതുപോലെ ഈ നെഗറ്റീവ് പറഞ്ഞ് പുതിയൊരു ചാനലാണ്, ശ്രദ്ധിക്കപ്പെടുന്നില്ല, വലിയ കൊട്ടിഘോഷത്തോടെയാണ് വന്നത്. അപ്പോൾ നെഗറ്റീവ് പറഞ്ഞ് ഇനി കുറേ പബ്ലിസിറ്റി ഉണ്ടാക്കാം, അല്ലെങ്കിൽ റേറ്റിംഗ് ഉണ്ടാക്കാം, കൂടുതൽ ആളുകളിലേക്ക് എത്താം. അങ്ങനെയൊരു അജണ്ടയും ഉണ്ട്. അതിനപ്പുറത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഫണ്ടിങ്ങും ഇല്ലേ ഹാഷിം അരിയിൽ? ഫണ്ടിങ് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ഫണ്ടിങ് നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവരെ നിയമത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരണം. എല്ലാ ഇല്ലീഗൽ ഫണ്ടിങ്ങിനെ കുറിച്ചുമുള്ള ശരിക്കും ഒരു ക്രീമിംഗ് സംവിധാനം നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കണം. നമ്മുടെ ഭരണ സംവിധാനത്തിൽ അത് വരണം. അങ്ങനെ ഫണ്ട് വരുന്നുണ്ടെങ്കിൽ ഭീകരവാദത്തിനും തീവ്രവാദത്തിനും അതുപോലെ തന്നെ സാമൂഹികമായ ചേരിതിരിവിനും ഒക്കെ ഫണ്ടിങ് വരുന്നുണ്ടെങ്കിൽ ആ ഫണ്ടിങ് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. അത് കണ്ടെത്താൻ കഴിയണം. അതിനുള്ള സംവിധാനം നമുക്കുണ്ടാകണം. അത് ഉണ്ടാകാതെ സ്ഥാപനങ്ങൾ കണ്ടമാനം നാടുകളിൽ വളർന്നു വരുന്നുണ്ട്. ആ സ്ഥാപനങ്ങൾ പല ആളുകളുടെ വ്യക്തികളുടെ പേരിലാണ് പലതും വരുന്നത്. വ്യക്തിപരമായ ട്രസ്റ്റുകളുടെ പേരിലാണ് പലപ്പോഴും വരുന്നത്. ആ ആളുകൾക്കൊക്കെ എങ്ങനെയാണ് ആ ഫണ്ട് വന്നത്? ഇവിടെ ഒരു സമൂഹത്തെ ചൂണ്ടിക്കാട്ടി അവരുടെ മുഴുവൻ സംരക്ഷണവും ഞങ്ങളാണ് ഏറ്റെടുത്ത് നടത്തുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം ഫണ്ട് ഇവിടെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് സമൂഹത്തിന്റെ മൊത്തം കിട്ടേണ്ടുന്ന വിഹിതത്തിന്റെ ഇത് ഉപയോഗിച്ചുകൊണ്ട് സുഖലോലുപരായി ഒരു വിഭാഗം സമൂഹം ഇവിടെ ജീവിക്കുകയാണ്. ഈ രൂപത്തിലുള്ള നിങ്ങൾ ആളുകൾ എടുത്തു നോക്കി. ഇവരാരും ആത്മീയമായിട്ടോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടോ വിശുദ്ധരായി ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടൊന്നല്ലല്ലോ ഇവർ പ്രവർത്തിക്കുന്നത്. പലതിന്റെയും തലപ്പത്തുള്ള ആളുകളുടെ എടുത്തു നോക്ക്. ആ പലതിന്റെയും തലപ്പത്തുള്ള ആളുകൾ ഏറ്റവും സുഖലോലുപതരായിട്ട് ജീവിക്കുന്ന ആളുകളാണ്. അവരവരുടെ സൗകര്യങ്ങൾ, 5 നക്ഷത്ര സൗകര്യങ്ങളിലാണ് പലരും ജീവിക്കുന്നത്. ആ 5 നക്ഷത്ര സൗകര്യത്തിൽ ജീവിച്ചിട്ട് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നു എന്ന് പറയുകയാണ് ചെയ്യുന്നത്. ഒരു തമാശ ഒരിക്കൽ പറഞ്ഞത്, ഒരു അനാഥാലയത്തിന്റെ സംരക്ഷകനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഒരാൾ പറഞ്ഞു, ഇയാളെങ്ങാനും ഇല്ലാതായി പോയ ഈ അനാഥ കുട്ടികളുടെ ഗതി എന്താകും എന്ന് ചോദിച്ചു. അപ്പൊ തിരിച്ച് മറ്റൊരാൾ ചോദിച്ചു, ഈ അനാഥ കുട്ടികളില്ലെങ്കിൽ ഇയാളുടെ അവസ്ഥ എന്താകും എന്ന് ചോദിക്കുന്നുണ്ട്. അത് ആ ഒരു തമാശയായിട്ട് എടുക്കേണ്ടതല്ല. ഇത് പലരും സാമൂഹികമായി ഇതൊക്കെ ഞങ്ങളുടേതാണെന്ന് വരുത്തി തീർത്തിട്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ശരിയായ അന്വേഷണം നടക്കണം. ഒരു വിധത്തിലും കോംപ്രമൈസ് ഇല്ലാത്ത ഒരു ശുദ്ധീകരണ പ്രക്രിയ നാട്ടിൽ നടക്കണം. അങ്ങനെ നടന്നാൽ എനിക്ക് നിങ്ങളെ വിശ്വാസമില്ലാത്ത അവസ്ഥയും നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലാത്ത ഒരു അവസ്ഥയും മാറിക്കിട്ടും. അത്തരം ഒരു കാലം ഉണ്ടാകുമെങ്കിൽ ഇതിനൊരു അറുതി വരും. ഇല്ലെങ്കിൽ ഇതിങ്ങനെ നമ്മൾ ഇരുന്നിട്ട് വൈകുന്നേരത്തെ ചർച്ചകൾ നടത്തി വീണ്ടും നാളെ മറ്റൊരു വിഷയത്തിൽ ഇതേ വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ടി വരും. അത്രേ ഉണ്ടാവുള്ളൂ ഇതിന്റെയൊക്കെ ഫലം. ഇത്തരം ചർച്ചകളിലൂടെ, സംവാദങ്ങളിലൂടെ എന്തെങ്കിലുമൊക്കെ ശുദ്ധീകരിക്കപ്പെടുമെങ്കിൽ ശുദ്ധീകരിക്കപ്പെടട്ടെ ഹാഷിം അരിയിൽ. അതുകൊണ്ടാണ് നമ്മുടെ ഈ എളിയ ഉദ്യമം കേട്ടോ, അല്ലാതെ പരസ്പരം തമ്മിലടിപ്പിക്കാനല്ല. ഇതൊക്കെ നാട്ടുകാരറിയണം, പ്രേക്ഷകരറിയണം, അവരും ചിന്തിക്കട്ടെ.